Good morning, guys. Welcome to my daily vlog. എന്റെ കയ്യിലാ നോക്കണം. ഞങ്ങൾക്ക് പനി പിടിച്ചു. ഞങ്ങൾ രാവിലെ മരുന്നൊക്കെ കുടിച്ചിട്ടിരിക്കുവാ അല്ലേ? പനി പിടിച്ചു പറഞ്ഞോ? പനിയാന്ന് പറഞ്ഞോ? അതെ, മനസ്സിലായോ? എന്നിട്ടെന്താ അമ്മ മരുന്ന് തന്നു പറയേ. പറഞ്ഞോ? അമ്മ മരുന്ന് തന്നു പറയൂലേ? മരുന്ന് കുടിച്ചില്ലേ നമ്മള്? മരുന്ന് കുടിച്ചപ്പോ മരുന്ന് ഇഷ്ടായി, പിന്നെ മരുന്ന് തീർന്നതിനായി പ്രശ്നം അല്ലേ? പാടില്ല. കൊടുക്ക് കൊടുക്ക്, എന്റെ സാധനം താ എടുക്ക്. അത് ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നോ? അത് പഴമല്ലേ, അത് പെട്ടെന്നാവൂലേ? എന്റർടൈൻമെന്റ് മാത്രമാണല്ലേ, തിന്നാൻ വയ്യ. രസമുണ്ട് ആ സാധനം. ഇന്ന് രാവിലെ ചായ കുടിക്കാനൊരു മോഹം. നമുക്ക് ചായ കുടിക്കാം. ഇവള് നമ്മളെ പതിവില്ലാതെ നേരത്തെയൊക്കെ വിളിച്ചുണർത്തി. പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാതായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രാവിലെ എണീറ്റ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പം ഇന്ന് ചായയും മറ്റേ ആ സാധനത്തിന് പേരെന്താമ്പൂ, മറ്റേ അടയുടെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു സാധനമായിട്ട് വരും. അത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഇനി തന്നേ നീ? ഇല്ല ഇല്ല ഇല്ല, എന്റെ സാധനം ഞാൻ തരില്ല. വിട് വിട്. കൊടുക്ക് അച്ഛക്ക്, കൊടുക്ക്. അച്ഛത് ഫില്ല് ചെയ്ത് തരും. കഴിഞ്ഞു. സമാധാനം ഇല്ല, തിരിഞ്ഞു നോക്കുന്നു, കിടന്നും മലർന്നും ഒക്കെ നോക്കുക. ഇന്നൊരു ഫുൾ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ് ഡിന്നറിന്. അപ്പം അതിനി ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഗൈസ്, നമ്മൾ നല്ല കിണ്ണം കാച്ചിയ ഇതിലിട്ടോ അതെ, നല്ല കിണ്ണം കാച്ചിയ മസാലയാണ്. ദൈവത്തിനറിയാം, തിന്നുമ്പോൾ അറിയാം. ഇല്ല, ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ അന്ന് എൻ്റെ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? 2 ദിവസത്തിന് മുന്നേയുള്ള നമ്മുടെ വീഡിയോയിൽ ഞാനൊരു ഫിഷിൻ്റെ ഗ്രില്ലിട്ടിട്ടുണ്ടായിരുന്നു. അതിലിട്ട സെയിം മസാലയാണ്, ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ചിക്കൻ ആയതുകൊണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മളിതൊന്ന് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിന് മുന്നേ ഗ്രീൻ മസാല ഇട്ടിട്ടുണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സക്സസ് ആണെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. ഓക്കേ, അപ്പം ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടെ. ശരി, എന്നാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല പരത്തേണ്ടത്. ഇത് കല്ലിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ 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 പരത്തും.
ഇതിങ്ങനെ നല്ലോണം പരത്തി സെറ്റാക്കും. അതായത് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന നമ്മുടെ അട ചെയ്യുന്ന പോലാണ്. അട ഉണ്ടാക്കാൻ, ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരത്തൂലേ, അതുപോലെ പരത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഫില്ലിങ് വെക്കും. എന്നിട്ട് ഞാൻ ഇതുപോലെ കല്ലിൽ ചുട്ടെടുക്കും. അതാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കറക്റ്റ് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ കല്ലിൽ വെച്ച് തന്നെ ഈ മാവ് ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കും. എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് ആ ചൂടായ കല്ലിൽ ഇങ്ങനെ പരത്താനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പം ഞാനിത് എല്ലാം സെറ്റാക്കി എടുക്കട്ടെ. ഇത് ഫില്ലിംഗ് ആണേ. ഇതിൽ നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ തേങ്ങയും ശർക്കരയും മാത്രമാണ്. ഇതിൽ പഴം ആഡ് ചെയ്യാം. എനിക്കിഷ്ടമാണ് പഴം. പാളയംകോടൻ പഴമില്ലേ, ആ സാധനം ഇതിനകത്തേക്ക് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ ഇത് മെല്ലെ ഇങ്ങനെ ആക്കും. എന്ത് മാവ് വേണമെങ്കിലും എടുക്കട്ടെ. ഇന്ന് ഞാനിപ്പോൾ അരിമാവ് എടുത്തേക്കണേ. ഇത് ഗോതമ്പിലും ഉണ്ടാക്കാം. ഗോതമ്പ് മാവ് വെച്ചിട്ടും ഇതുണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ വരും. കണ്ട, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി അതിനകത്ത് ഇടണം. അയ്യോ, അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. എൻ്റെ ഉച്ചക്കത്തെ എൻ്റെ ലഞ്ചാക്കി. ആമ്പു പോകുമ്പോൾ ലഞ്ചൊന്നും കൊണ്ടുപോകാറില്ല. ആമ്പു അവിടെ നിന്ന് കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ചാക്കി. പിന്നെ ഡിന്നറിനുള്ള മാരിനേഷൻ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാൻ പോവാം. അതിനിടയ്ക്ക് സഹസ്രക്കുട്ടി ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് വരിക. അപ്പം ഇനി കഴിക്കട്ടെ. ഹലോ, ഉറങ്ങി എഴുന്നേറ്റോ? ഒരു 10 മിനിറ്റ് ഉറങ്ങിക്കാണോ? 5 മിനിറ്റ്, അരമണിക്കൂർ ഉറങ്ങി. ഓക്കെ, അരമണിക്കൂർ ഉറങ്ങി. ഞാൻ കിച്ചണിലായിരുന്നു. അപ്പം ശരി, ഞങ്ങൾ കഴിക്കട്ടെ. ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാം. ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പഴമാണ് കഴിച്ചത് അല്ലേ. ഇനിയിപ്പോൾ അച്ഛയും അമ്മയും കഴിക്കാൻ വരുമ്പോൾ വീണ്ടും വരും നമ്മൾ കഴിക്കാൻ. ഇനി വീണ്ടും കുളിപ്പിക്കേണ്ടി വരുമോ? ഒന്നും കൊടുക്കണ്ടേ, പിന്നെ അടുത്ത പാല് കൊടുക്കണം. അതെ, വിശപ്പില്ല. പാല് കുടിച്ചിട്ടില്ല ഇപ്പൊ കൊടുത്തിട്ട് അല്ലേ. പാല് കുടിച്ചില്ല ഇന്ന്. ഇത് ചൂടാക്കണോ അമ്പു? ചായ ഇപ്പൊ ചൂടാക്കി. ഇഷ്ടമല്ലേ അപ്പോ? മധുരം കറക്റ്റ് അല്ലേ? ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ കേട്ടായിരിക്കണം. ഇത് ഇച്ചിരി കട്ടിയാണ് ഈ സാധനം. അല്ല, ഇത് ഇച്ചിരി കട്ടിയാണ്. ഞാനങ്ങനെ പോയി വേഗം ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ടുണ്ട്. കാരണം ആമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പരിപാടി നടക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് എല്ലാ പരിപാടിയും അതിന് മുന്നേ നമ്മൾ ചെയ്ത് വെക്കണം. ഇത് കണ്ടോ, ഇപ്പം ഇച്ചിരി ചൂടൊക്കെ കുറവുണ്ട്. ഇനി ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും മരുന്ന് കൊടുക്കണം. എന്താണ് മോഹാലസ്യം വരും നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എടുത്തോ, എടുത്തോ. ഹായ് ഹായ്, അച്ഛ കെട്ടിത്തന്ന ഉണ്ണിത്തലയാണിത്. ഫോണങ്ങ് കൊടുത്ത അതിന് കവർ തരാം. ആ, എന്തെങ്കിലും പറയാനുണ്ടോ? ആ ആ, എല്ലാവർക്കും സുഖാണോ ചോദിച്ചു? ആ, സുഖാണോ? എല്ലാവർക്കും സുഖാണോ? ആ, ഫുഡെല്ലാം കഴിച്ചോ ചോദിച്ചേ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചേ? ഹായ് പറ. ഹായ്, ഹലോ. അച്ഛ എവിടെ പോയി? അച്ഛ എവിടെ കൊച്ചിൻ്റെ? അച്ഛ എവിടെ? അച്ഛ എവിടെടാ? ഹലോ ഹലോ ഹലോ. ഹായ് ഹലോ. ഇവിടെ ഭയങ്കര ചൂടാന്ന് പറ. ആ വാ ഓ ഓ ഓ ഓ.
വരാൻ. തപ്പുകൊട്ടുണ്ണി, തപ്പുകൊട്ട്, തപ്പുകൊട്ടിക്കേ, തപ്പുകൊട്ട്, തപ്പുകൊട്ടുണ്ണി, തപ്പുകൊട്ട്, തപ്പുകൊട്ട്, തപ്പുകൊട്ട്. ഒന്നാ തപ്പ് കൊട്ടിക്കേടാ, അവിടെ തപ്പ് കൊട്ടിക്കേടാ. മതി മതി. ഇതാണ് ഞാൻ പാല് കുടിക്കുന്ന എന്റെ കുപ്പി. റിവ്യൂ പറയുവാണ് എന്റെ കൊച്ച്. ഇതിനെ കുറിച്ചുള്ള റിവ്യൂ പറയൂ കുട്ടാ. എടുത്ത് മാറ്റീന്ന്. എനിക്ക് ഐഫോണിന്റെ റിവ്യൂ പറഞ്ഞാൽ ഞാൻ അതെടുക്കട്ടെ. ഇത് അച്ഛക്ക് പോവാൻ സമയമായി. അതിന് അച്ഛൻ പോവും, അത്രേ ഉള്ളൂ. നല്ല കുറ്റാറ്റിത്തനും കേട്ടാ. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ ഇപ്പൊ ശരിയാക്കി തരാം. കുച്ചനെ കേടാ, എന്നിട്ട് കെണ്ണ ഉറങ്ങിക്കോ. ഉറങ്ങും. കിടന്ന് കളിച്ചിട്ട് വയ്യാത്തോണ്ട് ഇപ്പൊ 2 ദിവസം കൊണ്ട് ഉറങ്ങുന്നുണ്ട്. 3 മണിയാകുമ്പോ മരുന്ന് കുടിക്കണം അടുത്തത്. പക്ഷെ ഉറങ്ങിയില്ലെങ്കിലും നമ്മള് സൈഡില് വേണം. ഉള്ളാൻ പോലും എഴുന്നേക്കാൻ പറ്റത്തില്ല, അപ്പോഴേക്കും ചാടി എഴുന്നേക്കും. നീ പോകുന്നുണ്ടോ? സഹസ്രക്കുട്ടി, സഹസ്രക്കുട്ടിയാണോ ഇത്? അച്ഛയുടെ കൂടെ പോകുന്നുണ്ടോ? അച്ഛയുടെ കൂടെ ടാറ്റ പോകുന്നുണ്ടോ? അത് പിടിച്ച് വലിക്കൂട്ടോ. മുഖത്തൊന്ന് ഇടിക്കും, മുഖത്ത് പോയി ഇടിക്കും. അത് വിട്ടോ, അത് വിട്ടോ. എന്തേലും പിടിച്ചു കഴിഞ്ഞാ അത് വിടിയിക്കാൻ നല്ല പാടാ. പിള്ളേരൊക്കെ കിടക്ക ഇഷ്ടമേ അല്ല. നോക്കൂ, കൊണ്ടോക്കോ. ഇല്ല, വെയില്. ശരി, ടാറ്റ പറ. ടാറ്റേ, അച്ഛാത്തേ, അച്ഛാത്തേ, അച്ഛാത്തേ. ബൈ ബൈ. ചൂടാ. വേണ്ട, വെയിലത്തോട്ടിറങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് ചീത്ത വെക്കും. എന്തിനാ എന്നെ നോക്കണോ? അതെന്റെ മുടി. ഇവിടെ മുടി പിടിക്കാൻ പാടില്ല. നല്ല ഉറക്കം വരുന്നുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ മറ്റേ പാസിഫയർ എടുത്ത് വെക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ പോവാ, പക്ഷെ ഉറങ്ങൂല.
എന്തോ തരാൻ പറയുന്നുണ്ട്, എന്താണോ എന്തോ. ഈ താ 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 എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് തരാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവൾക്ക് മറ്റേ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് തലനിലത്ത് അങ്ങനെ വീണ് കഴിഞ്ഞാലോ ഇങ്ങനെ താ 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 പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത് കൊടുക്കുന്നവരെ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴെനിക്ക് മനസ്സിലായ ഓക്കെ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ താ 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 പറയണത് അല്ലേ. അങ്ങനെ അപ്പം അച്ഛൻ പോയിട്ടുണ്ട് ഷിഫ്റ്റിന്, നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ഇങ്ങനെ ഇവിടെ കിടക്കും. ഇന്നലെ നമ്മൾ കുറച്ച് സീനായിരുന്നു, കരച്ചിലും ആകെ ഒരു ഡിസ്കംഫേർട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നല്ല ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ കൊടുത്തു. ഇന്നും ഇപ്പോൾ ചൂടുണ്ട്. മരുന്ന് കൊടുത്തതിന് ശേഷം ഇച്ചിരി കുറവുണ്ട്. ഇനിയിപ്പോൾ 3 മണിക്ക് അടുത്ത ഡോസ് നമ്മൾ കൊടുക്കണം അല്ലേ. ഗൈസ്, ഞങ്ങളൊന്ന് ഫ്രഷായി, ഞങ്ങളൊന്ന് തുടച്ചു. ചെറിയ ചൂടൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ മരുന്ന് കുടിച്ചു, ഉറങ്ങി, പിന്നെ പാല് കുടിച്ചു, ദേഹമൊക്കെ തുടച്ചു, കേട്ടോ, മുടിയൊക്കെ കെട്ടി വെച്ചു. ശുണ്ടിരിയായി നമ്മൾ ഇല്ലേ? ശുണ്ടിരിയായില്ലേ? പറ, ശുണ്ടിരിയായി പറഞ്ഞു. എന്തോന്ന് എന്തോന്ന് എന്തോന്നാ ഇപ്പൊ പറഞ്ഞത്? അയ്യോ, നിഷ്കുവായി പോയി പെട്ടെന്നങ്ങ്. പിന്നെ എവിടെ പോണം? പിന്നെന്താ വേണ്ട? ഓടോ ടാറ്റാ ടാറ്റാ ഗൈസ്, ടാറ്റാ. ടാറ്റ പോണോ കൊച്ചിന്? ടാറ്റ പോണോ? ടാറ്റ പോണോ? അവിടെ മുന്നിൽ ടാറ്റ പോണോ? എന്റെ കുരുകൾ കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഒന്ന് എങ്ങനെ മാറ്റിയെടുക്കാം? സാധനം പോയോ ഇല്ലയോ എന്നുള്ളത് നോക്കണം, അറിയില്ല. എന്തായാലും ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഒക്കെ എടുത്ത് വെച്ചേക്കാം, ആവശ്യം വരും. എന്റെ ഷീന്റെ പാഴ്സൽ ആരോ തുറന്നിട്ടേക്കുന്നു ഗൈസ്. ഞാൻ പാഴ്സൽ നോക്കി, സാധനം എല്ലാം ഉണ്ട് അതിനകത്ത്. ആരും എടുത്തിട്ടൊന്നും പോയിട്ടില്ല, പക്ഷെ ആരും അത് എടുത്ത് നോക്കിയിട്ടുണ്ട് അതിനകത്ത് എന്താന്നുള്ളത്. ഇനി പിള്ളേരും വല്ലതും ആണോ എന്നറിയില്ല. സാധാരണ ഇവിടെ അവർ കൊണ്ടുവെക്കുമ്പോൾ ഫോട്ടോ ഇടും. നമ്മളത് പോയിട്ട് റിസീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരിവിടെ എവിടെയെങ്കിലും സേഫായിട്ട് വെച്ചിട്ടാണ് പോവാറ്. എന്നിട്ട് നമുക്ക് മെയിൽ വരും, ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയിലുണ്ടാവും. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അതിന് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല, കവറൊന്നും കീറിയിട്ടില്ല, എന്നിട്ട് സേഫായിട്ടൊരു സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് അവർ പോയതിന് ശേഷം ആരോ എന്തോ ചെയ്തതാണ്. പക്ഷേ സാധനമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനിയൊന്ന് കരുതിയിരിക്കണം. ഞാൻ ആക്ച്വലി ഇവിടെ ബെല്ലടിക്കുന്നൊരു സൗണ്ട് ഞാൻ കേട്ടായിരുന്നു, പക്ഷെ ഞാൻ നോക്കിയില്ല. ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ അവിടെ വണ്ടിയൊന്നും കണ്ടില്ല, അവിടെ ആരെയും കണ്ടില്ല. വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഡെലിവറിക്ക് ആൾ വന്നതാണെന്നുള്ളത് ഇത് വരുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ കരഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ താഴേക്ക് പോയതുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇവള് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ഞാൻ ഇപ്പോൾ താഴേക്ക് പോയപ്പോൾ വീണ്ടും ഉറങ്ങും. ഇതിപ്പോൾ രാവിലെ മുതലേ നമ്മളിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കണോണ്ടേ ഭയങ്കര വിശപ്പ്. ഞാനങ്ങനെ പോയിട്ട് ഒരു മാഗി ഉണ്ടാക്കിക്കൊണ്ട് വന്നു, പക്ഷെ കഴിക്കാൻ പറ്റിയിട്ടില്ല. നാളെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം അത് കഴിക്കാൻ. അങ്ങനെ കരയണുണ്ടോ? മരുന്നൊക്കെ കൊടുത്തു, ഇപ്പം അത്ര ചൂടില്ല. എന്നിട്ട് നോക്കട്ടെ, ഇനി കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹലോ, പുറത്തിറങ്ങിയപ്പോൾ എന്തൊരു സുഖമല്ലേ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടാ. നോക്കത്തില്ല? ഓക്കെ. ഹായ്, എന്ത് രസമുണ്ട് കാണാൻ, കൊള്ളാം.
കുട്ടിമണി കുട്ടിമണി. ഇവിടെ ഇരുന്നപ്പോൾ നല്ല സുഖമുണ്ടല്ലേ, നല്ല കാറ്റുണ്ടല്ലേ. നമുക്ക് ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോടാ? ചെറിയൊരു ഉറക്കത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും എനിക്ക് പോവേണ്ടി വരും ഇവിടെ നിന്ന് എഴുന്നേറ്റ്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. നല്ല രസമുണ്ട്. റൂമിനകത്തൊന്നും കയറാൻ വയ്യ, എന്തൊരു ചൂടാ. നോക്കട്ടെ. ദേ ഒരാൾ എൻ്റെ കയ്യിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ട? ഇനി എന്താ വേണ്ട? ഇനി എന്താ വേണ്ട? അങ്ങനെ ഞാനാണെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കുക. അതിന് 1 hour കുക്കിംഗ് ടൈമുണ്ട്. ഇതിപ്പം ഇനിയൊരു 25-30 മിനിറ്റ് കൂടെ വേണം കുക്കാവാൻ. അപ്പോഴേക്കും അച്ഛൻ എത്തും അല്ലേ? പിന്നെ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അത് തന്നെയാണ് പരിപാടി. ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ. നാളെ കാണാം. ബൈ ബൈ.